ഹായ് കൂട്ടുകാരെ, എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് കൊഴുക്കട്ട ശനിയെക്കുറിച്ചുള്ള ഒരു കഥയാണ്. ഓശാന ഞായറിന് തൊട്ടു തലേന്നുള്ള ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ശനി. ഈ ദിവസം വീടുകളിൽ ശർക്കരയും തേങ്ങയും ചേർത്തുള്ള മധുരമുള്ള കൊഴുക്കട്ടകൾ ഉണ്ടാക്കുക എന്നത് ഒരു വലിയ ആചാരമാണ്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ കഥയുടെ പേരാണ് അമ്മയുടെ കണ്ണു നനയിച്ച കൊഴുക്കട്ട. എങ്കിൽ നമുക്ക് വേഗം കഥയിലോട്ട് പോകാം. ഗ്രാമത്തിലെ ചെറിയൊരു ഇടവക. അവിടെ സാധാരണക്കാരിയായ ഒരു അമ്മ. അവളുടെ പേരാണ് മറിയം. മറിയത്തിന് 2 മക്കളാണ്. അപ്പൻ കൂലിപ്പണിക്ക് പോയിട്ട് കുറച്ചു ദിവസമായി. അസുഖം കാരണം വീട്ടിൽ തന്നെ ഇരിപ്പാണ്. കൊഴുക്കട്ട ശനി അടുത്തെത്തിയപ്പോൾ കുട്ടികൾക്ക് വലിയ ആവേശമായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി നോമ്പിന്റെ ഭാഗമായി മധുരപലഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുകയായിരുന്നു അവർ. ശനിയാഴ്ചത്തെ ആ മധുര കൊഴുക്കട്ടയ്ക്കായി കൊതിയോടെ കാത്തിരുന്നു. മറിയത്തിന്റെ മനസ്സിൽ ആദി നിറയുകയായിരുന്നു. അടുക്കളയിലെ അരിച്ചട്ടിയിൽ ഒരൽപ്പം പൊടി പോലുമില്ല. ശർക്കര വാങ്ങാൻ കയ്യിൽ കാശുമില്ല. അങ്ങനെ ശനിയാഴ്ച രാവിലെയായി. അയൽപ്പക്കത്തെ വീടുകളിൽ നിന്ന് വറുത്ത അരിപ്പൊടിയുടെയും ശർക്കരപ്പാനിയുടെയും മണം കാറ്റിലൊഴുകി വരുന്നുണ്ട്. ഇടവകയിലെ മറ്റു കുട്ടികൾ കൊഴുക്കട്ട കഴിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് മറിയത്തിന്റെ മക്കൾ കേൾക്കുന്നു. അവർ ഓടി വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മേ, നമ്മുടെ വീട്ടിൽ എപ്പോഴാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്? മറിയം മറുപടി പറയാനാവാതെ തരിച്ചു നിന്നുപോയി. വൈകുന്നേരം ഉണ്ടാക്കാം മക്കളെ എന്ന് കള്ളം പറയുമ്പോൾ ആ അമ്മയുടെ ഉള്ളു നീറുകയായിരുന്നു. തന്റെ ദാരിദ്ര്യം മക്കളുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നത് ഒരമ്മയ്ക്കും സഹിക്കാനാവില്ലല്ലോ. നേരം വൈകി തുടങ്ങി. ഭർത്താവിനോട് സഹായം ചോദിക്കാൻ വയ്യ. അദ്ദേഹം അസുഖം ബാധിതനായി കിടപ്പാണ്. മറിയം അടുക്കളയിൽ തനിച്ചിരുന്ന് കണ്ണുനീർ വാർത്തു. അടുപ്പിൽ തീ പുകയുന്നില്ല. ആ ശൂന്യമായ പാത്രങ്ങൾ നോക്കി അവൾ ഈശോയോട് പ്രാർത്ഥിച്ചു, നാഥാ, എന്റെ മക്കൾക്ക് ഒരു കഷ്ണം മധുരം നൽകാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. ലാസറിനെ ഉയർപ്പിച്ച നിനക്ക് എന്റെ ഈ സങ്കടം മാറ്റാൻ കഴിയില്ലേ? അവളൊരു തുള്ളി വെള്ളം അടുപ്പിലിട്ട് തിളപ്പിച്ചു, വെറുതെ മക്കളെ സമാധാനിപ്പിക്കാൻ. പെട്ടെന്നാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. അയൽപ്പക്കത്തെ ഒരു വയസ്സായ അമ്മയായിരുന്നു അത്. അവർ കുറച്ച് അരിപ്പൊടിയും ശർക്കരയും തേങ്ങയുമായി വന്നിരിക്കുന്നു. മറിയേ, ഞാൻ കുറച്ച് അധികം പൊടി വറുത്തിരുന്നു, ഇത് നീ വെച്ചോ, എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും വേണ്ട എന്ന് പറഞ്ഞ് അവർ അത് അവൾക്ക് നൽകി. സത്യത്തിൽ ആ അമ്മ മറിയത്തിന്റെ അവസ്ഥ അറിഞ്ഞു വന്നതായിരുന്നു. ദൈവം അയച്ച ഒരു ദൂതനെ പോലെ മറിയത്തിന് ആ കാഴ്ച തോന്നി. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ ഒട്ടും വൈകിയില്ല. മറിയം വേഗത്തിൽ മാവ് കുഴച്ചു. കുട്ടികൾ അടുക്കളയിലേക്ക് ഓടിയെത്തി. എല്ലാവരും ചേർന്ന് ഉരുളകൾ ഉരുട്ടി. അവൾ ആ കൊഴുക്കട്ടകൾ ആവിയിൽ വേവിച്ചെടുത്തു. ആ ചെറിയ വീട്ടിൽ ആ മധുരപലഹാരത്തിന്റെ മണം നിറഞ്ഞു. പക്ഷേ അന്ന് ആ കൊഴുക്കട്ടയ്ക്ക് സാധാരണയേക്കാൾ കൂടുതൽ മധുരമുണ്ടായിരുന്നു. അത് അരിപ്പൊടിയോ ശർക്കരയുടെയോ മധുരമായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും പ്രാർത്ഥനയുടെയും മധുരമായിരുന്നു. കൊഴുക്കട്ട ശനി നമുക്ക് നൽകുന്ന പാഠം കേവലം ഒരു പലഹാരമല്ല. അത് ലാസറിനെ പോലെ നമ്മുടെ തകർന്നുപോയ പ്രതീക്ഷകളെ ഈശോ ഉയർപ്പിക്കുമെന്ന വിശ്വാസമാണ്. സമൃദ്ധിയിലല്ല, മറിച്ച് ഇല്ലായ്മയിലും ഉള്ളത് പങ്കുവെക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങളുടെ ചുറ്റിലും ഇതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ വിഷമിക്കുന്ന പലരും ഉണ്ടാകും. നിങ്ങളിൽ ഉള്ളതുപോലെ മറ്റുള്ളവർക്ക് നൽകി അവരെയും കൂടി സന്തോഷിപ്പിക്കാൻ ഈ നോമ്പ് കാലത്തിൽ നിങ്ങൾ മറക്കരുത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലത്തെ കഥകൾ കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത കഥയുമായി വീണ്ടും കാണാം.